അഭി, എന്താ മോനെ ഇത്? നീ എന്താ ഇങ്ങനെ? നിങ്ങൾക്കെന്താ ഇങ്ങനെ? എല്ലാ അഖിലും കാർത്തിക അംബികാദേവിയും കാരണേട്ടാ. അങ്ങനെയൊന്നും അല്ലേ അമ്മേ. നീ മിണ്ടാതിരിക്കബി. ഇനിയും നാണം കെടാനുള്ള ക്ഷമ നിനക്ക് ചിലപ്പോ ഉണ്ടായേക്കാം, പക്ഷെ എനിക്കില്ല. ഏട്ടാ, ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് വേണ്ടി നടത്തിയതല്ല, അഭിനെയും വസുവിനെ നാണം കെടുത്താൻ വേണ്ടി നടത്തിയ ഫംഗ്ഷനാ. ഓരോ വാക്കുകൾ കൊണ്ടും ഇവരെ അപമാനിച്ചു. ഇളയമ്മേ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നേ? എന്നെ പറയാൻ അനുവദിക്കബി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഫംഗ്ഷൻ അവരുടെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാ. ഇവരെ പിൻവശത്തോടെ അകത്ത് കയറ്റി വന്ന ഗസ്റ്റുകളോട് ഇവരെ കുറിച്ച് ആരും സംസാരിക്കരുതെന്നും പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞേട്ടാ. ഇവരുടെ ഫോട്ടോ പോലും എടുത്തിട്ടില്ല, അറിയോ? കഴിക്കുന്ന സമയത്ത് എന്തിനാ ഇതൊക്കെ? നിന്നോട് ഈ ഭക്ഷണം പോലും കഴിക്കണ്ടെന്നല്ലേടാ അവര് പറഞ്ഞത്. രണ്ടു പിടി കഴിച്ചിട്ട് ഞങ്ങൾ പൊയ്ക്കോളാന്ന് ആ അഖിലിനോടും കാർത്തികയോടും നിങ്ങൾ കെഞ്ചി ചോദിച്ചതല്ലേ? ഞാൻ എല്ലാം കണ്ടതാ അബി. ഇതിൽ കൂടുതൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ എല്ലാം വിളിച്ചു പറയുന്നേ. ഏട്ടാ, എന്നോട് ക്ഷമിക്കേട്ടാ. അഭിനെയും വസുവിനെയും പറ്റി ഭാസ്കറിനോടും അഖിലിനോടും ഏഷ്യണി പറഞ്ഞു കൊടുത്തത് ഞാനാ ഏട്ടാ. ഞാൻ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നെ. മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അഭി, വസു, നിങ്ങൾ രണ്ടാൾ എന്നോട് ക്ഷമിക്കണം. എന്താ ഇളമേ, ഇതെല്ലാം സത്യമാണോ ജയന്തി? അഭിയുടെയും വസുവിന്റെയും കാര്യത്തില് ഭാസ്കറും അഖിലും ചെയ്ത അന്യായങ്ങള് ഇനിയും ഒരുപാടുണ്ടേട്ടാ. എന്റെ നാവുകൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാർത്തികയെ അവളുടെ അമ്മയും അഭിയെയും വസുവിനെയും ഒരുപാട് അപമാനിച്ചു, ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അധികാരത്തെ ഞാൻ എങ്ങനെ ചോദ്യം ചെയ്യും? ചോദ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടോ? എല്ലാരെയും ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം. അച്ഛാ, വേണ്ട. വീട്ടിലൊരു നല്ല കാര്യം നടക്കുക, ഒരുപാട് ഗസ്റ്റുകളും ഉണ്ട്. നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ വന്നിരിക്കുന്ന ആൾക്കാരെന്ത് വിചാരിക്കും? ഇവിടെ സംഭവിച്ചതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. അച്ഛനെയും അമ്മയും കാണാനായിട്ട് വന്നു, ഞങ്ങളെ കണ്ടു, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനി പൊയ്ക്കൊള്ളാം. വസുന്ധര, വരൂ. അഭി, വസു, അച്ഛാ, പോയിട്ട് വരാം. അമ്മേ, പോയിട്ട് വരാമേ. പോയിട്ട് വരാമേ, പോയിട്ട് വരാ അച്ഛ. വയറ് നിറച്ച് കഴിക്കാതെ അരവയറിൽ പോവാണോ അബി? വിശപ്പിന് വേണ്ടിയല്ല, സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. ഇപ്പൊ സമാധാനത്തോടെ ഞങ്ങൾ പോകുന്നത്. എല്ലാരും വരും. അബി, അബി, വസു. അഭി, ഏട്ടാ, അവരോട് പോകണ്ടെന്ന് പറയേട്ടാ.
ഭക്ഷണമൊക്കെ വളരെ നന്നായിരുന്നു. ഫംഗ്ഷൻ വളരെ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ ശരി, പോയിട്ട് വരാം. ശരി സാർ. അഖിലേ. ശരി സാർ. പോയിട്ട് ശരി വരാം. സർ. എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഗ്രാൻഡ് ആയിട്ട് നടത്തിയില്ല ഞങ്ങള്. അമ്മേ, സന്തോഷമായില്ലേ? നിങ്ങളുടെ 2 മക്കളെ ഓർത്ത് ഇപ്പൊ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? ഞങ്ങളൊരു നിലയിലെത്തിയതില് നിങ്ങൾ ഹാപ്പി അല്ലേ? ഇതെല്ലാം അച്ഛന്റെ ഭാഗ്യം അച്ഛാ. കൊടുക്കേട്ടാ, ഇനിയും 2 എണ്ണോട് വെച്ചു കൊടുക്ക്, എങ്കിലേ ഈ കഴുതയ്ക്ക് ബുദ്ധി ഉദിക്കൂ. നീ മൃഗമാണടാ, ആദ്യം മനുഷ്യനാകാൻ നോക്ക്. നിന്നെ പോലുള്ള മക്കളുണ്ടായത് ഞങ്ങളുടെ ഭാഗ്യമല്ലടാ, ഞങ്ങളുടെ ദുരന്തമാണ്. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പാപം. വേണ്ടച്ചാ, മിണ്ടിപ്പോരുത്. നിന്നെ പോലൊരു മകൻ ഞങ്ങൾക്ക് ജനിച്ചു പോയതിൽ ലജ്ജിക്കുന്നിപ്പോ. ഗർഭത്തിൽ വെച്ച് തന്നെ നിന്നെ കൊന്നുകളയാതിരുന്നത് ഞങ്ങളുടെ തെറ്റ്. ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ മരുമകനെ ഇങ്ങനെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. നീ ഒരു സ്ത്രീ ആയിപ്പോയത് കൊണ്ട് നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു അംബികാദേവി. നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിൽ ഇവന് പകരം ഞാൻ അവനെ ഇവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടിയനെ. അതിനു മാത്രം എന്റെ മോം എന്ത് തെറ്റാ ചെയ്തേ? എല്ലാം നിന്റെ അമ്മയാണ് ചെയ്യിച്ചത്. അഖിലിന്റെയും ഭാസ്കറിന്റെയും മനസ്സിൽ വിഷം വിതച്ചതും ഇവരിങ്ങനെ ആയതിന്റെ കാരണവും നിന്റെ അമ്മ തന്നെയാ. ഇവരെ അങ്ങനെ മാറ്റേണ്ട ആവശ്യം എനിക്കെന്താ ഉള്ളത്? എനിക്കെല്ലാം അറിയാം അംബികാദേവി, എനിക്കെല്ലാം അറിയാം. ഏട്ടൻ അഗ്നിപർവ്വതം പോലെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതോടെ അംബികാദേവി ചാമ്പലാകും. എന്റെ മകനെ ഞാൻ ശിക്ഷിച്ചതിന് നീ നിന്റെ മരുമകനെ അപമാനിച്ചു എന്ന് പറയുന്നു. ഈ വീടും അവന്റെ സ്വത്തുക്കളും ഈ നന്ദി കെട്ടവന്മാർക്ക് എഴുതി കൊടുത്തിട്ടും അഭിക്ക് കിട്ടിയത് എന്താ? നീയും നിന്റെ മരുമകനും മകളും ചേർന്ന് അഭിയെയും വസുവിനെയും എന്തുമാത്രം അപമാനിച്ചുവെന്ന് എനിക്കറിയില്ലെന്ന് നീ കരുതിയോ? നിങ്ങൾ ആരെയാണ് അപമാനിച്ചെന്നറിയോ? ഏതു വിധത്തിൽ അപമാനിച്ചെന്നറിയോ? ഇവരുടെ ഇപ്പോഴത്തെ ജീവിതം അഭി കൊടുത്ത ഭിക്ഷയാണ്. ഇവൻ എന്റെ മൂത്ത മകൻ ഭാസ്കർ. ഇവൻ ജനിച്ചപ്പോ വലിയ ആളാകുമെന്ന് കരുതി എന്തുമാത്രം സന്തോഷിച്ചെന്നറിയോ? പക്ഷേ ഇവനൊരു കഴിവുകെട്ടവനായി വളർന്നു. ജ്യേഷ്ഠൻ കഴിവുകെട്ടവനാണെന്ന് എന്നെങ്കിലും അഭി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വീട്ടിലെ മൂത്ത മകൻ എന്ന നിലയിൽ ഭാസ്കറിന് കൊടുക്കാനുള്ള ബഹുമാനവും അവൻ കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ മൂത്തയാളല്ലാതിരുന്നിട്ടും മുഴുവൻ ഭാരവും അവൻ ഏറ്റെടുത്തു. ഭാസ്കറിന്റെ മക്കളെ അവൻ പഠിക്കാൻ അയച്ചു. പിന്നെ ഇവൻ ഈ അഖിൽ വലിയ ഏതോ തെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി കടം വാങ്ങിച്ചു. വീട്ടിൽ ഇവനെ തേടി ഗുണ്ടകൾ വരെ വന്നു കയറി. അപ്പോ ഇവനെ രക്ഷിച്ചത് ആരാണെന്നറിയോ? വസു. നിങ്ങളുടെ കാശ് എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ തരും. 3 ദിവസത്തിനുള്ളിൽ തരും. അവളുടെ ആഭരണങ്ങൾ പണയം വെച്ച്
ഇവന്റെ കടം അവള് തീർത്തു. അവളൊരു സ്ത്രീയായിരുന്നിട്ടും നന്മയ്ക്ക് വേണ്ടി ഗുണ്ടകളോട് എതിർത്തു നിന്നു. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് ഇന്ന് നിങ്ങൾ അപമാനിച്ചയച്ചത്. അല്ല മോളെ കാർത്തികേ, വസു നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നീ ചെയ്ത തെറ്റുകളിൽ നിന്നൊക്കെ അവള് നിന്നെ രക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോ ഇവരോട് പറയട്ടെ? എടുത്തി കൂടാതെ സ്വന്തം ഭർത്താവിനും അവന്റെ അമ്മയ്ക്കും ദ്രോഹം ചെയ്തു. അതും ഞാനിപ്പോ പറയണോ? അതിൽ നിന്നെല്ലാം രക്ഷിക്കണമെന്ന് പറഞ്ഞ് നീ വാസുവിന്റെ കാലു പിടിച്ചത് എനിക്കറിയില്ലെന്ന് കരുതിയോ മോളെ? ഞാൻ പ്രഗ്നന്റ് അല്ല ഏട്ടത്തി. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. കാർത്തിക എഴുന്നേൽക്ക്. പ്ലീസ് ഏട്ടത്തി, എന്നെ എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷിക്ക്. എന്നുവെച്ചാ കാർത്തികയുടെ ഇല്ലാത്ത ഗർഭത്തെ പറ്റിയുള്ള അഭിനയവും ഏട്ടന് നേരത്തെ അറിയായിരുന്നു എന്നാണോ? ഏട്ടൻ ആള് കൊള്ളാലോ. എന്റെ മകളെ തന്നെ നിങ്ങൾ കുറ്റം പറയുവാണോ? എന്താ അവള് ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞില്ലായിരുന്നു? അഭി ഒരുത്തനില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ ഈ വീട്ടിലെ മരുമകളാവുമോ? നിങ്ങളുടെ ഭർത്താവ് ചീട്ടുകളിയിൽ പണം മുഴുവൻ നഷ്ടപ്പെട്ട് അവസാനം പോലീസ് സ്റ്റേഷനിലായപ്പോ ആ വാർത്ത പത്രക്കാർക്കോ ചാനലിലോ എത്താതെ അഭി എങ്ങനെയാണ് രക്ഷിച്ചെടുത്തതെന്ന് നിങ്ങൾ മറന്നുപോയല്ലേ? അന്ന് നിങ്ങള് അഭിയുടെ കാല് പിടിച്ചു കേണപേക്ഷിച്ചു. അതും മറന്നുപോയോ നിങ്ങള്? അയ്യോ സിസ്റ്ററെ, അവസാനം നിങ്ങളുടെ ജീവിതവും അഭി നിങ്ങൾക്ക് തന്ന ദാനമാണല്ലേ? ഈ വീട്ടിലെ ഓരോരുത്തരെയും അഭിയും വസുവും ചേർന്നാണ് രക്ഷിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അവൻ തന്ന ഭിക്ഷയാണ്. നമ്മൾ ശ്വസിക്കുന്നത് പോലും അവന്റെ ദയ കൊണ്ടാ. മക്കളാണെങ്കിൽ അഭിയെപ്പോലെ ഇരിക്കണം, മരുമക്കളാണെങ്കിൽ ഭാവനയും വസുവിനെയും പോലെ ഇരിക്കണം. ഇവള് ഒരുത്തിയുണ്ടല്ലോ ഇവിടെ. എന്തിന്? ഇന്ന് എനിക്ക് നിങ്ങൾ തന്നത് എന്റെ ഷഷ്ടിപൂർത്തിയല്ല, എന്റെ മരണകർമ്മമാണ്. മതിയടാ. മനുഷ്യത്വമെല്ലാം നശിച്ചു പോയിട്ട് മനസ്സുകൊണ്ട് മരിച്ചുപോയി ഞങ്ങൾക്ക് അന്ത്യകർമ്മം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ അന്തസ് ഉയർത്താൻ വേണ്ടി, നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രണ്ട് നല്ല മനസ്സുകളെ അപമാനിച്ചിട്ട് വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിരിക്കുന്നു. നിങ്ങൾ കഴിച്ച ഭക്ഷണം പോലും അഭിയുടേതാടാ. അങ്ങനെയുള്ള അവൻ രണ്ടു പിടി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു അല്ലേ? ഇനി നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കണോടാ? നിങ്ങൾ എപ്പോഴേ മരിച്ചു പോയിരിക്കുന്നു. പ്രേതമായും പിശാചായും വന്ന് ഞങ്ങളെ പിച്ചു ചിന്തി തിന്നുകൊണ്ടിരിക്കുക. നിങ്ങളെപ്പോലുള്ള ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ മകൻ, എന്റെ യഥാർത്ഥ മകൻ അഭിയോടൊപ്പം പോയി കഞ്ഞി കുടിച്ച് കഴിയുന്നതാ നല്ലത്. എന്നാ പിന്നെ ഇവിടുന്ന് പൊക്കോ അച്ഛാ, പൊക്കോ. അഖിൽ, അതെ അമ്മേ, ഞങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുക. ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്ന ഒരാള് നമ്മുടെ കൂടെ വേണോ അമ്മേ? ഇദ്ദേഹം നിന്റെ അച്ഛനാടാ. അതുകൊണ്ട് എന്നെ അടിക്കുന്നോ, എന്നെ അപമാനിക്കുന്നോ? ആ മകനാണ് എല്ലാമെങ്കിൽ അവന്റെ അടുത്തേക്ക് അങ്ങ് പൊക്കോ. ഞങ്ങളുടെ അടുത്ത് നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഷെടാ മഹാബാബി, ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊരു മാറ്റമില്ലല്ലേ? ഇനി ഈ ജന്മത്തിൽ നീ ഒരിക്കലും നന്നാവില്ലടാ. നിന്റെ അമ്മായിയമ്മ നിന്നെ ആകെ മാറ്റിയെടുത്തിരിക്കുക. കേട്ടല്ലോ ജയന്തി, കേട്ടല്ലോ? നീ പാലൂട്ടി വളർത്തിയ നിന്റെ അരുമ പുത്രൻ എന്താ പറഞ്ഞതെന്ന്? അതിൽ ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവനെ ഇങ്ങനെ മോശമായിട്ട് വളർത്തിയ നിന്റെ ഭാഗത്താ തെറ്റ്. ഇപ്പോൾ പോലും നിന്റെ മാതൃസ്നേഹം നിന്നെ ബന്ധിച്ചിരിക്കുന്നു. പ്രസവിച്ച കടം നിന്നെ കൊണ്ട് വീട്ടാൻ കഴിയുന്നില്ല. ഞാനിവിടുന്ന് പോകുന്നു ജയന്തി. എന്റെ മകന്റെയും മരുമകളുടെ അടുത്തേക്ക് ഞാൻ പോകുന്നു.
ഈ ശ്മശാനത്തില് ഈ പിശാചുക്കളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഈ ജീവിച്ചിരിക്കുന്ന ശവങ്ങളോടൊപ്പം, ഉള്ളിൽ വിഷം നിറച്ചവരോടൊപ്പം, ഈ സ്വാർത്ഥന്മാരോടൊപ്പം ഞാനിനി കഴിയില്ല. നീ ഇവിടെ നിൽക്കണോ വേണ്ടയോന്ന് നീ തന്നെ തീരുമാനിച്ചോ. അച്ഛന് പോണെന്നുണ്ടെങ്കിൽ പൊക്കോ അച്ഛാ. ഞങ്ങളുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവകാശം ഇവിടെ വന്നെങ്കിൽ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് വേഗം ഇവിടുന്ന് പോവാൻ നോക്കണം. നാട്ടുകാരെ മുഴുവനും അറിയിച്ചിട്ട് വന്നിരിക്കുന്നു. വേഗം പോ. 2 പിടി ഞങ്ങൾ കഴിച്ചിട്ട് പോയിക്കോളാം. എന്താ ചേട്ടാ ഇത്? ഇങ്ങനെയുള്ള ചേട്ടാനിയന്മാർക്ക് വേണ്ടിയാണോ ചേട്ടൻ സ്വത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നത്? ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണോ ചേട്ടൻ ആ വലിയ വീട് വിട്ടിട്ട് ഈ ചെറിയ വീട്ടിൽ വന്ന് താമസിക്കുന്നേ? എന്നാലും അവർക്ക് വേണ്ടിയാണോ രാജകീയ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് കിട്ടുന്നത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ചേട്ടാ അവർക്കൊക്കെ വേണ്ടി AC കാറൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ സൈക്കിളും ചവിട്ടി നടക്കുന്നത്? ഇതിനു മുൻപ് എനിക്ക് ചേട്ടനോട് ബഹുമാനമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് ഭക്തിയും കൂടെ തോന്നുന്നു. നിങ്ങൾ ശരിക്കും ദൈവത്തെ പോലെയാ. ആ കാലത്ത് രാമന്റെ പിന്നാലെ സീതാദേവിയും വനത്തിലേക്ക് പോയി. അതൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ രൂപത്തിൽ ഞാനത് കാണുന്നു. അത്രയും സ്വത്തും ചേട്ടൻ ഉപേക്ഷിച്ചിട്ട് വരുമ്പോ ചേച്ചി ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ ചേട്ടന്റെ കൂടെ ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ സീതാദേവിയെ പോലെ ചേച്ചിയും വലിയ മനസ്സിലുടമയാണ്. ചേച്ചിയുടെ ത്യാഗ മനസ്സ് വളരെ വലുതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് അത്ര വലിയ മനസ്സൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. അല്ല ചേട്ടാ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 1 രൂപ പോലും വിട്ടുകൊടുക്കില്ലായിരുന്നു. സ്വത്തിനു വേണ്ടി അച്ഛനെ അമ്മയും ചേട്ടനെ അനിയനെയും ചേച്ചിയെ അനിയത്തിയൊക്കെ കൊല്ലുന്ന ഈ കാലത്ത് ആരാ ചേട്ടാ ചേട്ടനെ പോലെ സ്വത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത്? കഷ്ടപ്പാട് അവർക്ക് പുതുമയല്ല മോനെ. അച്ഛാ, അച്ഛാ, പ്രസവത്തോടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രീകൃഷ്ണനാണിവൻ. നേരം പുലർന്നാൽ സിംഹാസനത്തിൽ ഏറേണ്ടവൻ. കാവ്യ വസ്ത്രമണിഞ്ഞ് വനവാസത്തിന് പോയ ശ്രീരാമനാണിവൻ. തന്റെ സ്വത്തുക്കൾ മുഴുവൻ ദാനം ചെയ്ത ബലി ചക്രവർത്തിയാണിവൻ. അച്ഛാ, എന്റെ മകന് സമമായി വേറെ ആരും തന്നെയില്ല. ഇങ്ങനെയുള്ള ഉത്തമനായ മകന് അച്ഛനായിട്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ സ്വന്തം മക്കളെ അഭിയെപ്പോലെ ഉന്നതിയിലെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനൊരു തോറ്റുപോയ അച്ഛനാ, ഒന്നിനും കഴിവില്ലാത്തൊരച്ഛനാ. അച്ഛാ,
അങ്ങനെയല്ല അച്ഛ. അച്ഛൻ വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ആളായത്. അച്ഛൻ എൻ്റെ എല്ലാമാണ്, എൻ്റെ ദൈവമാണ്. ഈ ജന്മം മുഴുവനും ഞാൻ അച്ഛന് കടപ്പെട്ടിരിക്കും. ഈ വാക്കുകൾ ഞാൻ പറയണോ അഭി? നിന്നെ ഞാൻ വളർത്തിയെന്ന കാരണത്താൽ നിനക്ക് സ്വന്തമായതെല്ലാം നീ എന്റെ മക്കൾക്ക് കൊടുത്തു. അതിന് പ്രതിഫലമായി നിനക്കിന്ന് വരെ എത്രയോ അപമാനങ്ങൾ നേരിടേണ്ടി വന്നു. ഞങ്ങളോട് ക്ഷമിക്കണോ അഭി? അയ്യോ അച്ഛ, എന്താ ഇത്? അതുപോട്ടെ, അച്ഛൻ എങ്ങനെയാ ഇവിടെ വന്നത്? എങ്ങനെയോ എത്തിയ ഭീ. ആ സ്വാർത്ഥന്മാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നേക്കുമായി ഞാൻ നിന്നോടൊപ്പം കഴിയാൻ തീരുമാനിച്ചു.